അദ്ദേഹം ഈ വിഗ്രഹങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ന നിലയ്ക്കുള്ള പ്രാദേശികമായ അദ്ദേഹത്തിൻ്റെ ചില അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ആ ലഭിച്ച അറിവുകൾ വെച്ച് അദ്ദേഹത്തിൻ്റെ ഈ ബ്ലോഗിലൂടെ അദ്ദേഹം സ്ഥിരമായി ബ്ലോഗ് ചെയ്യാൻ തുടങ്ങി. ആ ബ്ലോഗർ എന്ന നിലയ്ക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് വല്ലപ്പോഴുമൊക്കെ നാട്ടിൽ വന്നിരുന്ന ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം പിന്നെ അടിക്കടി നാട്ടിൽ വരികയും അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ കൂടുതൽ ഊർജിതമായി അദ്ദേഹം നടപ്പാക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് നിരവധി വിവരങ്ങളാണ് ഈ വിഗ്രഹമോഷണങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. ആ ലഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ നാൾവഴികൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ചെറുകിട മോഷ്ടാക്കളുമായി ബന്ധപ്പെട്ട അവരുടെ പിന്നാമ്പുറങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. തമിഴ്നാട് ഐഡൽ വിങ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ വിഗ്രഹ മോഷ്ടാക്കളെ പിടികൂടാനായി പ്രവർത്തിക്കുന്ന ഒരു വിങ്ങാണ് തമിഴ്നാട് ഐഡൽ വിങ്. ആ ഐഡൽ വിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് അദ്ദേഹത്തിന് ലഭിക്കുകയും ആ ഇൻഫർമേഷൻസ് അതിനെ പിൻപറ്റിക്കൊണ്ടാണ് അദ്ദേഹം കൂടുതൽ ഇൻഫർമേഷൻസ് എടുക്കുകയും തൻ്റെ വ്ളോഗിലൂടെ അത് അറിയിക്കുകയും ചെയ്തത്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില ഭീഷണികളൊക്കെ ഉണ്ടായി. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രഭാഷണങ്ങളൊക്കെ ചെന്നൈയിലേക്ക് വരുമ്പോൾ നടത്തും, തമിഴ്നാട്ടിൽ വരുമ്പോൾ. അപ്പോൾ അദ്ദേഹം പിന്നീട് പറയുന്നത് ഈ യോഗങ്ങളിലൊക്കെ പലപ്പോഴും പല ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന പല ആൾക്കാർ, ഈ വിഗ്രഹമോഷ്ടാക്കളുമായി ബന്ധപ്പെട്ട ആളുകളാണ്, അവരൊക്കെ ഈ യോഗങ്ങളിൽ പങ്കെടുക്കാൻ വന്നിരുന്നു എന്നാണ്. അപ്പോൾ അതൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലായി. അവരുടെ ചില പെരുമാറ്റങ്ങളും ചില ചോദ്യങ്ങളും അന്വേഷണങ്ങളും ഒക്കെ കാണുമ്പോൾ എവിടേക്കും ഒരു ആശങ്ക മുളപൊട്ടുമല്ലോ. രഹസ്യമായി വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണത്. അപ്പോൾ അങ്ങനെ വന്ന് അദ്ദേഹം പിന്നീട് സിംഗപ്പൂരിലിരിക്കുമ്പോൾ ഈ വ്ളോഗിൻ്റെ റൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിനൊരു മെയിൽ വന്നു. ആ മെയിൽ വന്നത് FBI-യിൽ നിന്നാണ്, അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ FBI-യിൽ നിന്നാണ് ആ മെയിൽ വന്നത്. നോക്കൂ, നിങ്ങളുടെ എസ് വിജയകുമാർ, നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ, ഈ ബ്ലോഗ് റൈറ്റിംഗ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില വിലപ്പെട്ട ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് തരാൻ കഴിയും. കാരണം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായി, അന്താരാഷ്ട്ര സംഘങ്ങളുമായി, ഇന്റർപോളുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ ചില അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ അന്വേഷണങ്ങളെ തുടർന്ന് ഞങ്ങൾക്ക് അവരെ പിടികൂടാനായിട്ട് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ഇന്ത്യയിൽ ആവശ്യമുണ്ട്. അതൊരു വലിയ ക്ഷണമായിരുന്നു വിജയകുമാറിനെ സംബന്ധിച്ച്. അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആത്മ രോദനം, കാര്യം ഇത്തരത്തിലുള്ള ഈ നികൃഷ്ടമായ പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അദ്ദേഹം ജോലി രാജിവെച്ചിട്ട് ഈ അന്വേഷണങ്ങളിലേക്ക് എടുത്തു ചാടാൻ ഇടയാക്കി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.